അച്ഛാമ്മേ എന്റെ കൈ പൊട്ടി. എങ്ങനെ പൊട്ടി? മറിച്ചിട്ട് ഇത് കണ്ടോ? ആര് പൊട്ടിച്ച്? ഇതെങ്ങനെ പൊട്ടിയിടി? മൂങ്ങാതെ കാര്യം പറ. അതുകൂടെ ചേട്ടനില്ല പാലത്തിന്റെ അവിടെ ഉള്ള ആ ചേട്ടൻ എന്നെ ഒന്ന് ഉന്തിയിട്ട്. എന്തിനാ അവൻ നിന്നെ ഉന്തിയിട്ട്? അതെന്താണ് അവൻ അങ്ങനെ ഉന്തിയിടാൻ കാര്യം? എനിക്കറിയാൻ പറഞ്ഞ ഞാൻ സൈക്കിളും ചോട്ടിക്കൊണ്ടപ്പോ പാലത്തിന്റെ അവിടെ വെച്ച് ഉന്തിയിട്ട്. നീ സൈക്കിളല്ലേ പോയത്? അച്ഛമ്മ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞാൽ ഞാൻ അമ്മൂന്റെ സൈക്കിൾ വാങ്ങിച്ചോണ്ടാ പോയത്. എന്നിട്ട് അപ്പേനെ ഉന്തിയിട്ട് വെറുതെ വന്ന് ഉന്തിയിട്ടാ? പോട്ടെ, കുറച്ചേ പൊട്ടിട്ട് വിളിച്ചിട്ട് ബെറ്റാടിയനിടാം. വേണ്ട, നീറും. അന്നാ ആശുപത്രി പോവാ. വേണ്ട, കുത്തി വെക്കും. വേണ്ട, അന്നാ ഇച്ചിരി പച്ചമരുന്ന് ഞാൻ എന്തെങ്കിലും പറിച്ചു കിട്ടാ. ഇവിടെ ഇല്ല ഇല്ല, ഞാൻ ഇച്ചിരി പച്ചമരുന്ന് കൊണ്ടുവന്നു. ബഹളം വെക്കലേ വെച്ചത്. ഇപ്പത് വെക്കുമ്പോ അത് മാറും. ഇപ്പൊ തന്നെ ഇല്ല. അനങ്ങാതിരിക്കി. എവിടെ എവിടെ? പിന്നെ ആശുപത്രി പോകാൻ സമ്മതിക്കല. ബെറ്റാടിയൻ്റെ സമ്മതിക്കും. പെട്ടെന്ന് ഉണങ്ങിക്കോളൂ. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അവനടി ഞാൻ ചോദിക്കണോണ്ട് എന്താ കാര്യം കൊച്ചിനും തീടാൻ. അല്ലല്ലോ അവനൊരു ഗുണമില്ലാത്തവനാ. അങ്ങോട്ട് ചെല്ലട്ടെ. അത് വേണ്ട അച്ഛാമ്മ, അയാള് പോയിട്ടുണ്ടാകും അവിടെ നിന്ന്. എന്നെ ഉന്തിയിട്ടിട്ട് അയാള് നടന്നു പോയായിരുന്നു. നോക്കാതെ കൂടി പോയാ? അങ്ങോട്ട് ചെല്ലട്ടെ. ഒന്നാ ഞാനത് ചോദിച്ചതിന് പിന്നത്തെ കാര്യം. വേദനയുണ്ടാ? കാലും പൊട്ടിട്ടുണ്ടല്ലോ. എന്നാ വല്ല ആശുപത്രിയിലും പോവാം. ഇല്ല, എനിക്ക് വേനയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും തിന്നാണ്ടാക്കി തന്നാ മതി. അപ്പൊ ഇപ്പഴാണല്ലോ ചോറ് തിന്നേച്ച് അങ്ങോട്ട് പോയത് നീ. വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാല്ലോ. അച്ഛമ്മ പോയി ചോദിക്കാണ്. അച്ഛമ്മ ഒന്നും ഉണ്ടാക്കിയല്ലോ. കുറെ നേരം എടുക്കാൻ വേണം. എന്നാ വൈകുന്നേരം നേരം ഇരിക്കും. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. എന്തെങ്കിലും പൊരിച്ചു തരാം. കൈ താഴ്ത്താട്ടിട്ട്. അല്ലടി, സൈക്കിൾ എന്താന്നിട്ട്? സൈക്കിൾ അവിടെ അമ്മൂന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. സൈക്കിളിന് വല്ലതും പറ്റിയാ? പ്രത്യേകിച്ചൊന്നും പറ്റിയൊന്നുമില്ല. ഫ്രണ്ടിലത്തെ വെയിലൊന്ന് വളഞ്ഞു പോയിട്ടുണ്ട്. ഓടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ തള്ളിക്കൊണ്ടേ വെച്ച് കൊടുത്തു. അച്ഛാമ്മ ശരിയാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെന്തിനാണ് ശരിയാക്കണത്? ആ സൂണനല്ലേ തള്ളിയിട്ട് സൈക്കിൾ ഓടിപ്പിച്ചത്. അതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ ശരിയാക്കിക്കാൻ നമുക്ക്. എന്താ വെച്ചാ വല്ലയിടത്തും വീണിട്ട് വല്ലയിടത്തും ചതയെ ഒളിക്കുക ചെയ്താ? കൊഴപ്പൊന്നുമില്ല. അവനെന്റെ കയ്യിലാട്ടെങ്ങാനും കിട്ടിയാൽ ഞാൻ ഈ പഴം പൊളിക്കണ പോലെ പൊളിച്ചേനെ. അച്ഛമ്മ എന്താ ഉണ്ടാക്കണ? പഴം നിറച്ചത്. കണ്ടിട്ട് വെള്ളം പോലെ ഇരിക്കണം. എന്നാ വെള്ളം നിറച്ചത്. നാളെ ഇനി കോളേജിലും കൂടി പോകണമല്ലോ. റിഹേഴ്സലുള്ള ദിവസമാണ്. വേണ്ട വേണ്ട, ഈ കൈ വെച്ച് കോളേജിലൊന്നും പോകണ്ട. കൈ ഉണങ്ങിയിട്ടൊക്കെ പോയാൽ മതി.
എൻ്റെ ഫോണിൽ കുറേ പേര് വിളിച്ചിട്ടുണ്ടല്ലോ. സൈലൻ്റ് ആണോ? നല്ല രസമുണ്ട്. നീ എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കിയ? സുഭദ്ര ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ആരാണ്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആര് സൈലൻ്റ് ആക്കി? ഞാൻ സുഭദ്രനൊന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ. ആ എടി ഓമനെ നിന്നെ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കണടി. ഫോൺ സൈലൻ്റ് ആയിരുന്നു, അറിഞ്ഞില്ല. ആ നമ്മുടെ നിവിയില്ലേ, അവളാ പാല് ഇറങ്ങി സൈക്കിളും കൊണ്ട് ഇങ്ങോട്ട് പാഞ്ഞു വന്ന് ആ സൂളൻ ആ സൈഡിൽ നിങ്ങൾ പശുവിനെ അങ്ങോട്ട് കിട്ടാൻ വന്നതാണ് പാവം. അവൾ ഇടിച്ച് മറിച്ചിട്ടേക്കും ആ സൈക്കിളും എടുത്തിട്ട് അവൾ ഒരു ഒറ്റ കുട്ടിയിൽ ആശുപത്രി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ കയറ് വലിഞ്ഞ് കാലി പോയിരിക്കുന്നു, പശുവിന്റെ കയറ് വലിഞ്ഞ്. ഇപ്പൊ 2 കാലം കെട്ടിപ്പൊളിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കഷ്ടം പാവം. എന്തിനാണ് നീ ഇങ്ങനെ സൈക്കിളും കൊടുത്ത് അവളെ കിടന്ന വെല്ലും ബ്രേക്കും ഇല്ലാതെ കണ്ട്? അവളോട് പറ മര്യാദക്ക് ഓടിച്ച് പോകാൻ പറ, പോണാട് സ്ഥലത്തോട്ട് കേട്ടാ. ഇതാരും ഞാൻ കരയുമ്പോ അവിടെ ചിരിച്ചോണ്ട്. ഓക്കെ ലാസ്റ്റ് ആക്ഷൻ നോക്കിട്ടല്ലേ അങ്ങോട്ട് ഓം ചേച്ചിക്ക് ഇടാതെ നോക്കണം. ഓക്കെ ആക്ഷൻ. വന്നില്ല. അവിടെ ഒരാൾ നിന്നില്ല. ഓം ചേച്ചി ആക്ഷൻ പറഞ്ഞിട്ട് ഇവളുടെ കൂടുതൽ കരച്ചില് കേൾക്കുന്ന സമയത്തല്ലേ ആക്ഷൻ പറഞ്ഞത്? ഓം ചേച്ചി ഇങ്ങോട്ട് നടന്നു പോന്നെ. ഓക്കെ.